ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാൻ ഈ ചോളത്തിൻ്റെ ഫ്ലവർ ഇട്ടതിന് ശേഷം ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇടണം എന്നും പറഞ്ഞിട്ട്. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഈ ചോളത്തിൻ്റെ ഇത് വെച്ചിട്ട് ഈ ഫ്ലവർ എങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ആദ്യം നമുക്ക് ഇതുപോലെ നമ്മൾ കോൺ മേടിക്കുമല്ലോ, ഇങ്ങനെ ഫുള്ള് ഇതും കൂടി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഉള്ള ചോളം നോക്കി മേടിക്കുക, എന്നിട്ട് ഇത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ മേടിച്ച് കൊണ്ടുവന്ന് അധികം ലേറ്റ് ആകാതെ തന്നെ ഇത് ഉണ്ടാക്കണം. ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് ഇത് അടർത്തിയിട്ട് നമ്മൾ പുറത്ത് വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് നിന്നാൽ നിങ്ങൾക്കത് ഇങ്ങനെ അത്ര ഫ്ലെക്സിബിളായിട്ട് കിട്ടില്ല, ഇങ്ങനെ ഒടുങ്ങിയോ മടങ്ങോ ഒന്നും ചെയ്യില്ല. അപ്പം നമ്മുടെ ഷേപ്പിന് വൃത്തിക്ക് റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലൊരു നനവുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതിലൊരു തണുപ്പുണ്ടാവുമല്ലോ, ആ ഒരു തണുപ്പോട് കൂടിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഈ വയറ് വേണം. വയറ് എനിക്ക് തോന്നുന്നു വയറില്ലെങ്കിലും നമുക്കിങ്ങനെ നേരെ ഇറക്കി വെക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ വീട്ടിൽ നമ്മൾ ഈർക്കിളിയൊക്കെ എടുക്കുമല്ലോ, തെങ്ങിൻ്റെ പട്ടയിൽ നിന്ന് കിട്ടുന്ന. അപ്പം ആ ഒരു ഈർക്കിളി എടുത്താലും മതി. ഇത് കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഫ്ലവറാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് സ്റ്റിഫാവും ഇതിൻ്റെ ഈ ഓരോ പെറ്റലും, മനസ്സിലായോ? അത് ഉണങ്ങിക്കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം അതിൽ നിന്ന് വറ്റിക്കഴിയുമ്പം അത് കുറച്ച് സ്റ്റിഫാവുകയും ചെയ്യും. ഈ ഗ്രീൻ കളറ് മാറിയിട്ട്, ഈ ഒരു ലൈറ്റ് ഗ്രീൻ പോലെയുള്ള കളറ് മാറിയിട്ട് അത് ഇതുപോലെ ഒരു ക്രീം ഷെയ്ഡിലേക്ക് ഷിഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പം ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ളപ്പോൾ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിങ്ങനെ മാറ്റി നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ വെച്ചാലും അത് ഹാർഡായിപ്പോവും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇത് കെട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നൂല് വേണം, വയറിൽ കെട്ടി വയ്ക്കാനായിട്ട്. പിന്നെ ഒരു ഗ്രീൻ ടേപ്പ് വേണം, അത് ഈ വയറുമ്മ ചുറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു സിസേഴ്സ് വേണം അതിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് വെട്ടിയെടുക്കാനായിട്ട്. ഇത്രേ ആവശ്യമുള്ളൂ സാധനങ്ങൾ. ഈ വയറിന് പകരം നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഈർക്കിലിയോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഇനി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ചോളത്തിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ലീഫുകളെല്ലാം അത് ഒട്ടിയിരുന്നിരുന്നത്. എന്നിട്ട് നമുക്ക് ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് പെറ്റൽ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതുപോലെയുള്ള ഓരോ പെറ്റൽസാണ് നമുക്കിതിൽ നിന്ന് വെട്ടിയെടുക്കാനുള്ളത്. അപ്പോൾ നമുക്കിതിന് ഈ കട്ടിയുള്ള ഭാഗം ഇതിനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിനെ നമുക്കിതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഫോൾഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 പെറ്റൽ ഞാൻ ഒരുമിച്ചാണ് വെട്ടുന്നത്. ഇതിനെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. കണ്ടോ? നിങ്ങൾക്ക് കാർഡ്ബോർഡിൽ വെച്ചിട്ട് അത് വെച്ചിട്ടും നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഇപ്പോൾ ഓരോ ഇതിലായി നമുക്ക് ഓരോ പെറ്റൽസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ അതിനെ ഒരു ഷേപ്പ് വരുത്തുക ചെയ്യുന്നത്. നമ്മൾ കെട്ടിക്കഴിയുമ്പോഴും നമുക്ക് ഷേപ്പ് വരുത്താം. പിന്നെ നമ്മളൊന്നിങ്ങനെ ചുരുട്ടി കൊടുക്കുക. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ചുരുണ്ടായിരിക്കുന്നത്. നമ്മൾ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഏത് ഭാഗമാണ് വെക്കുന്നത് അതിനനുസരിച്ച് നമ്മളിങ്ങനെ ചുരുട്ടി കൊടുക്കും. അപ്പോൾ ഓരോ പെറ്റലെടുത്തിട്ടും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. പൊട്ടിപ്പോയാലും ഒന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. കാരണം ഇത് പൊട്ടിയിരുന്നാൽ ഭയങ്കര പെർഫെക്റ്റായിട്ട് ഇരിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പം ഇത് തന്നെ ഇതിലെ വെള്ളത്തിൻ്റെ അംശം പോയി കഴിയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇത് ചുരുണ്ട് ആ ഒരു ഫോമിലായിട്ട് തന്നെ ഇരുന്നോളും. വേണ്ട, ഇങ്ങനെ നമ്മൾ അത് കെട്ടുമ്പോഴാണെങ്കിലും നമുക്കത് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഈ അറ്റം വരുന്ന ഭാഗം ഞാൻ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇതാണ് സെൻറ്ററാക്കി വെക്കുന്നത്. ചില ചോളം നമുക്ക് മേടിക്കുമ്പോൾ നല്ല ഡാർക്ക് കളറിൽ അതിൻ്റെ അറ്റം നല്ല ഭംഗിയിൽ കിട്ടും. ഇപ്പം ഞാൻ ഇന്നെടുത്തതിൽ അതില്ല. ഇവിടെ ഒരെണ്ണം കിട്ടിയത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സെൻറ്ററിൽ ഇത് വെക്കുന്നതിന് പകരം, ഇങ്ങനെ ഇതിൻ്റെ ഈ വളഞ്ഞിരിക്കുന്ന ഈ ഭാഗം വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിപ്സ് വെക്കാം, അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെൻറ്ററിൽ കൊടുക്കാനായിട്ട് പറ്റും. വേറെ ഇതിന് വല്ല കളർ അടിച്ചിട്ട് ഇതിനെ ഇപ്പം നാര് പോലെ ആക്കിയെടുക്കാം. ഇങ്ങനെ കുഞ്ഞ് ഇങ്ങനെ അടർത്തി ഇതുപോലെ ഇങ്ങനെ കുഞ്ഞിതുപോലെ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് അതിങ്ങനെ
സെൻറ്ററിലാക്കിയിട്ട് നമുക്കിങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇങ്ങനെയാക്കിയിട്ട് വെച്ചാലും നമുക്ക് ഭംഗിയാണ്. സെൻറ്ററിൽ നിന്ന് പുതിയ പുതിയ ലീഫുകൾ വരുന്നത് പോലെ ആയിട്ട് നമുക്ക് തോന്നും. ഇനി ഇതെങ്ങനെയാണ്, ഇപ്പം ഞാനൊരു 4 പെറ്റലാണ് വെട്ടിയിട്ടുള്ളത്. 4, 5, 6 നിങ്ങളുടെ ഫ്ലവറിൻ്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് പെറ്റലും വെട്ടിയെടുക്കാം. അതിൻ്റെ പെറ്റലിൻ്റെ എണ്ണം വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇനി ഇത് എങ്ങനെയാണ് ഫ്ലവർ ആക്കുന്നത് എന്നുള്ളതാണ്. വയർ എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു ഇതിൽ വയർ കട്ട് ചെയ്യുക. എന്നിട്ട് നൂലെടുക്കുക. ഭയങ്കര ഈസി ആട്ടോ, വേറെ പരിപാടികളൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ നനഞ്ഞിരിക്കുമ്പോൾ മാത്രം ചെയ്യണം എന്നേ ഉള്ളൂ. നമ്മൾ ഈ ഫ്ലവറിൻ്റെ വയറിൻ്റെ ഈ അറ്റം ഭാഗം ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. കുറച്ച് നീളത്തിന് തന്നെ ഇങ്ങനെ വീതിക്ക് മടക്കി കൊടുക്കുക, ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ചീന്തി എടുത്ത ഇതും അല്ലാതെയുള്ള ഇതും എല്ലാം കൂടി ഒരുമിച്ചാണ് വെച്ചേക്കുന്നത്. ഈ വയർ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നൂല് വെച്ച് നന്നായിട്ട് കെട്ടാം. പോകാത്ത മാതിരി നമ്മൾ കെട്ടിയെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ പെറ്റലായിട്ട് ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ഈ പെറ്റലിൻ്റെ ഈ ഷേപ്പൊക്കെ ഇച്ചിരി മാറിയിരുന്നു എന്ന് വെച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളിതിങ്ങനെ വെക്കുമ്പം തന്നെ ഈ പെറ്റൽ വളയാനായിട്ട് തുടങ്ങും. അപ്പം ഇതിങ്ങനെ കെട്ടിക്കൊടുക്കുക. ഓരോരോ പെറ്റൽ വെച്ചിട്ട് തന്നെ കെട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഇങ്ങോട്ട് കയറിയതിൻ്റെ അങ്ങോട്ട് കയറ്റി സെൻറ്ററിൽ ഈ സാധനം വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ കയറ്റി ഇതിങ്ങനെ വെക്കാനായിട്ട് കൊടുക്കുക. അടുത്ത പെറ്റൽ ഞാൻ എടുത്തു. ഇതിങ്ങനെ വെച്ചു. ഇത് കണ്ട്, ഇതിപ്പോൾ ഓൾറെഡി നമ്മളൊന്ന് വളച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അത് വെക്കുമ്പം തന്നെ ഓൾറെഡി വളഞ്ഞാണ് ഇരിക്കുന്നത്. അതിനെ നമ്മൾ കെട്ടുക നല്ലതുപോലെ. അടുത്ത പെറ്റലെടുത്തു. നമ്മളിതിങ്ങനെ വെക്കുമ്പം അധികം വളഞ്ഞല്ല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് വളച്ച് വെച്ച് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത പെറ്റലെടുത്തു. ഇവിടെ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് നമ്മളൊന്ന് കൊടുക്കുക. ഇത് ചെറിയ ഫ്ലവറായിട്ടും വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ. ഇനി നമുക്ക് ഇവിടെ ഒരു പെറ്റലും കൂടി വെക്കാം. അതിനുള്ളതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അത് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഭാഗവും വേസ്റ്റ് ആക്കാണ്ടും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ടിൽ കൊടുത്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതിനിങ്ങനെ ഒന്ന് ചുരുക്കി ഇതിനിങ്ങനെ ഒന്ന് മടക്കി ഇത് ഡ്രൈ ഫ്ലവറായിട്ട് വെക്കാനായിട്ട് പറ്റിയ ഫ്ലവറാണ്. ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വെക്കാം. കണ്ട, ഇതിപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് ഗ്രീനും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയായി ഫ്ലവർ. കണ്ടോ, ഇനി അടിയിലോട്ട് ഇങ്ങനെ നൂല് നമ്മൾ പിടിച്ച് വെച്ച ഭാഗം ഇങ്ങനെ നല്ലതുപോലെ നമ്മൾ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഈ നൂല് നമ്മളൊന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് കെട്ടിടണേ. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, നോക്ക്. നല്ല ഭംഗിയില്ലേ ഫ്ലവർ കാണാനായിട്ട്?
ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എന്തുമാത്രം നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചോളത്തിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് ഞാൻ ഈ ഗ്രീൻ ത്രെഡ് എടുത്തത് തന്നെ ഗ്രീൻ ടേപ്പ് ഒട്ടിക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ഇനി ഈ ഫ്ലവറിനെ ഇങ്ങനെ ചുറ്റി നമ്മളുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ ഫ്ലവറാണ്. ഇത് ഞാൻ കുറേ ദിവസം മുമ്പ്, കുറേ നാൾ മുമ്പ്, മാസങ്ങൾ മുമ്പ് ഉണ്ടാക്കിയ ഒരു ഫ്ലവറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൽ വെക്കാനായിട്ട് നല്ല ഒരു ഓപ്ഷനാണ് എന്നുള്ളത്. ഈ ഫ്ലവർ ഇതങ്ങനെ കേടായൊന്നും പോവില്ല കേട്ടോ പെട്ടെന്ന്. ഇതിൽ ചെറിയൊരു നനവുണ്ട്. ഇത് ഫ്രഷും കൂടി ആയതുകൊണ്ടാണ് ഈ ഗ്രീൻ കളറിലും ഇങ്ങനെ നല്ല ഇത് കണ്ടോ, നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഷേപ്പൊന്നും മാറില്ല, വളഞ്ഞിരിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ഷേപ്പിനാണ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫില്ലേഴ്സൊക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ഫ്ലവറും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം വെക്കുകയാണ്. ഇതൊരു ചെറിയ ഫ്ലവർ ആയതുകൊണ്ട് ഞാനിത് ഫ്രണ്ടിലായിട്ട് വെക്കാം. നമുക്ക് എപ്പോൾ വീട്ടിലിത് മേടിക്കുന്നോ, കോൺ മേടിക്കുമ്പോൾ നമുക്കപ്പം ചെയ്ത് വെക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. കുറേ നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ. അപ്പോൾ എനിക്ക് തീർത്ത് തരാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. ബൈ.